വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും വലിയ തോതിലുള്ള തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വലിയ ഉരുൾപൊട്ടലിൻ്റെ തുടർച്ചയായ 4-ാം ദിവസത്തിലാണ് നമ്മൾ, അതായത് രക്ഷാപ്രവർത്തനത്തിൻ്റെ തെരച്ചിലിൻ്റെ ഒക്കെ 4-ാം ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ വലുതായിക്കൊണ്ടിരിക്കുന്നു. മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. 300-ലധികം പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു. കൂടുതൽ പേരെ കണ്ടെത്താനുള്ളവരുടെ എണ്ണം എത്ര എന്നുള്ള കാര്യത്തിൽ പോലും ഒരു തിട്ടം ഇപ്പോഴുമില്ല. ഔദ്യോഗിക രേഖകളിലൊക്കെ ഉള്ള ആളുകളുടെ എണ്ണം മാത്രമാണ് ഇപ്പോഴും നമ്മളുടെ മുമ്പിലുള്ളത്. ഒരു പ്രദേശം മുഴുവൻ ഒന്നാകെ ഉരുളെടുത്തുകൊണ്ട് പോയി. എത്ര വീടുകൾ നിശേഷമായി തകർന്നു എന്നുള്ളതിൻ്റെ കണക്കെടുപ്പ് ഇനിയും പൂർത്തിയായിട്ടില്ല. 300-400 വീടുകളൊക്കെ തകർന്നിട്ടുണ്ടാവാം എന്ന് അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. അവിടെ താമസിച്ചിരുന്ന അവിടുത്തെ ജനപ്രതിനിധികളായിട്ടിരുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കണക്കുകൾ എത്രയാണ് എന്ന് നമുക്കറിയില്ല. വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾ എത്ര പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശേഷിക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള എത്ര പേർക്ക് അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്കിൽ. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മളെ ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും കണ്ണു നനയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം മരിച്ചവരെ അല്ലെങ്കിൽ ഈ ഉരുളിനടിയിൽപ്പെട്ടു പോയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അതിനൊപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇരകളായി മാറി നിൽക്കുന്ന മനുഷ്യരുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട്, സർവ്വതും നഷ്ടപ്പെട്ട്, പൂജ്യത്തിൽ നിന്ന്, ഏറ്റവും അടിസ്ഥാനപരമായി പൂജ്യത്തിൽ നിന്ന് ജീവിതം തുടങ്ങേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന നിസ്സഹായരായ മനുഷ്യരുണ്ട്. അവർക്ക് സാമ്പത്തിക സഹായമോ വീടോ ഒന്നും മാത്രം മതിയാകില്ല ഒരുപക്ഷെ അവരുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന്. അതിന് പാകത്തിലേക്ക് ഒരു വലിയ പുനരധിവാസ പ്രക്രിയയിലേക്ക് നമ്മളിനി കടക്കേണ്ടതുമുണ്ട്. ഒരുപക്ഷെ തുടർച്ചയായുള്ള മാനസിക പിന്തുണ പോലും ഈ മനുഷ്യന്മാർക്ക് ആവശ്യമായിട്ട് വരും. ആ രൂപത്തിലുള്ളൊരു പുനരധിവാസ പ്രക്രിയയിലേക്കാണ് ഒരുപക്ഷെ നമ്മൾ കടക്കേണ്ടി വരിക. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആസൂത്രണം ആവശ്യമായ ഒരു പുനരധിവാസ പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരിക. നമുക്കൊപ്പം ഇന്ന് ഉള്ളത് ഡോക്ടർ ജി ശങ്കറാണ്. പ്രകൃതിക്കിണങ്ങുന്ന നിർമ്മാണ രീതികളെക്കുറിച്ച് പഠിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഹാബിറ്റാറ്റ് ടെക്നോളജീസ് ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ കൂടിയായ ഡോക്ടർ ജി ശങ്കറാണ് നമുക്കൊപ്പം ഉള്ളത്. സ്വാഗതം സാർ. നമ്മളീ പറയുന്ന വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം, അങ്ങനെയുള്ള പല സ്ഥലങ്ങളുടെ പേരുകൾ ഇതിനകം മലയാളികൾക്കേറെ പരിചിതമായിട്ടുണ്ട്. ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചുപോയ കാഴ്ച നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി മുന്നിൽ കാണുമ്പോൾ എത്ര വലിയൊരു പുനരധിവാസ പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടി വരിക എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 30-ലേറെ വർഷങ്ങളായിട്ടാണ് ഞാൻ ദുരന്ത ഭൂമികളിലേക്കുള്ള യാത്ര തുടരുന്നത്. ലോകത്ത് വിവിധയിടങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നടന്നിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങളുടെ നേർസാക്ഷ്യം കാണുവാൻ മാത്രമല്ല, അതിൻ്റെ പരിപ്രേക്ഷ്യ നിർമ്മിതിയിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ്. ലോകമെമ്പാടും സുനാമിയുടെ കാലഘട്ടത്തിൽ 2004 അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയ ഒരു സംഘത്തിലെ ഒരാളെന്നുള്ള രീതിയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെയും ലോകബാങ്കിൻ്റെയും ഒക്കെ അതിൻ്റെ ഉപദേശക സമിതി അംഗം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും പല മാനങ്ങളിലൂടെയാണ് ദുരന്തങ്ങളെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ 2004 യഥാർത്ഥത്തിൽ ഒരു നമുക്കൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു ദുരന്തം നടന്നത്. അത് നമുക്കറിയാവുന്നതുപോലെ ഡിസംബർ 26 നമ്മൾ ഓർക്കാപ്പുറത്ത് വന്ന സുനാമിയായിരുന്നു. കേരളത്തിൻ്റെ ഒരു വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്, കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള വളരെ ചെറിയ ഭാഗത്ത് മാത്രമാണ് ജീവന് നാശമുണ്ടായത്. എന്നിട്ട് പോലും 200-ലധികം ആൾക്കാർ മാത്രമാണ് കേരളത്തിൽ അന്ന് മരിച്ചുപോയത്. എന്നിട്ട് പോലും കേരളം പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ എല്ലാം ഇപ്പോൾ മനസ്സിനകത്തുള്ള ഒരു നേർക്കാഴ്ചയാണ്. അതേസമയം അന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ പകച്ചു നിൽക്കുന്നൊരു കേരളം 2018 ആയപ്പോഴേക്കും അടുത്ത ഒരു വലിയ ദുരന്തം, അതിനിടയ്ക്ക് ഓഖി ദുരന്തം വന്നു എന്നൊക്കെ എനിക്കറിയാം. 2018 ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ദുരന്തം വന്നു.
2019 അത് തുടർന്നു. അത് അതിന് അതിൻ്റെ കൂടെ വന്നിട്ടുള്ള പല ദുരന്തങ്ങളും, പിന്നീട് വന്നിട്ടുള്ള പല ദുരന്തങ്ങളുടെ മൂല കാരണം ഒരൊറ്റ കാരണമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്തു. എന്താണ് അതിന് കാരണം? കേരളം ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതകളുള്ള ഒരു ഭൂഭാഗമാണ്. ഒന്ന്, നമ്മുടെ ഈ നാശം, അതിൻ്റെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ ലോകത്തിലേക്ക് ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനമാണ് കേരളം. മാത്രമല്ല, കേരളത്തിന് വിചിത്രമായിട്ടുള്ള ഒരു ഒരു കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ ശരാശരി 40 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഭൂഭാഗമാണ്. ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് ഈ പശ്ചിമഘട്ടത്തിൻ്റെ നീണ്ട നിരയുമുള്ള ഒരു ഒരു ഭൂഭാഗമാണ്. നമുക്ക് നീണ്ട 700 കിലോമീറ്റർ നീണ്ട തീരപ്രദേശമുണ്ട്. അതോടൊപ്പം തന്നെ ഇടനാടുകളുണ്ട്, നീണ്ടു കിടക്കുന്ന മലനിരകളുണ്ട്. ഇതിനിടയ്ക്കാണ് നമ്മുടെ ഒരു കേരളമെന്ന സങ്കല്പം നമ്മൾ പുലർത്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് 3 കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം, ഇടനാടുകളെ സംബന്ധിച്ചോളം, മലമ്പ്രദേശത്തെ സംബന്ധിച്ചോളം, തീരപ്രദേശത്തെ സംബന്ധിച്ചോളം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തീർച്ചയായിട്ടും നിർമ്മാണ മേഖലയിലേക്ക് വേണ്ടിയിരുന്നത്. അത് കേരളത്തിൻ്റെ, ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, കേരളത്തിൻ്റെ ഒരു ഭൗതിക ഒസ്യത്തായിരുന്നു അത്. മലയിൽ വെക്കുന്ന വീടുകൾ, ഇടനാടുകളിൽ വെക്കുന്ന വീടുകൾ, തീരപ്രദേശത്ത് വെക്കുന്ന വീടുകൾ പ്രത്യേകതയുണ്ടായിരുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ജൈവ വാസ്തുശില്പമുണ്ട്. ജൈവ വാസ്തുശില്പത്തിൻ്റെ സത്ത എന്ന് പറയുന്നത്, മൂല്യമെന്ന് പറയുന്നത്, ഭൂമി, നമ്മൾ വിശ്വസിക്കുന്നത് ഭൂമിക്ക് ആത്മാവുണ്ടെന്നും അതിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും നടത്തരുത് എന്നുള്ളതാണ്. നമ്മൾ ഈ മനസ്സിലാക്കിയൊരു കാര്യം, 2004 കഴിഞ്ഞിട്ട് 2018, 2019, ഇപ്പോൾ 2024 കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കേരളത്തിൽ അതിഭീകരമായിട്ടുള്ള പരിസ്ഥിതി നാശം സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഓർത്തെടുക്കുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ഒരു പ്രാർത്ഥന പോലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. കാലാവസ്ഥ വ്യതിയാന വിഷയം മിത്തെന്ന്, ക്ലൈമറ്റ് ചേഞ്ചസ് മിത്തെന്ന് പറയുന്ന വിശ്വസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ സമൂഹവും ഒരു സമൂഹവും ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പ്രതികരണമായിട്ടാണ് നമുക്കറിയാം പല റിപ്പോർട്ടുകളും കേരളത്തിൻ്റെ പരിസ്ഥിതി നാശത്തെ ഒരു പക്ഷേ ഉദാഹരിക്കുന്ന രീതിയിലുള്ള വളരെ ഗാഢമായിട്ടുള്ള നമുക്ക് ചില റിപ്പോർട്ടുകളുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ദുരന്തവും നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം നമ്മുടെ ഈ 2024 ദുരന്തം വിലയിരുത്തുമ്പോൾ പശ്ചിമഘട്ടത്തിലെ മലനിരകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ നമ്മുടെ ഹോട്ടസ്റ്റ് ഓഫ് ഹോട്ട് എന്ന് പറയുന്നത് പോലെ 20 ഹോട്ട്സ്പോട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും മൂല്യമുള്ള 5 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് നമ്മുടെ പശ്ചിമ മലനിരകൾ. ആ പശ്ചിമ മലനിരകൾ അത് സംരക്ഷിക്കേണ്ടത് അത് കേരളത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞകാല പഠന റിപ്പോർട്ടുകളാണ്. ഈ റിപ്പോർട്ടുകൾ ഒരു ഭാഗത്തിരിക്കുമ്പോഴാണ് 2018 അതിഭീകരമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ കേരളം ആണ്ടുപോയത്. 2018 വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിവൃഷ്ടി കാരണമാണ് ഈ കേരളത്തിൽ ഈ ദുരന്തമുണ്ടായെന്ന് പറയും. ഞാൻ വാസ്തുശില്പി മാത്രമല്ല, മണ്ണിനെയും മനുഷ്യനെയും അഗാധമായിട്ട് സ്നേഹിക്കുന്ന ഒരു പരിസ്ഥിതിവാദിയുമാണ്. അതിൻ്റെ ഭാഗമായിട്ട് 2018 ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കേരളത്തിന് മുഴുവൻ സഞ്ചരിക്കുകയുണ്ടായി. അന്ന് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അതിനെപ്പറ്റി ഒരു പരിപ്രേക്ഷ്യ നിർവഹിക്കുമാണ് ഞാൻ സഞ്ചരിച്ചത്. പക്ഷേ ഞാൻ വയനാട്ടിലും ഇടുക്കിയിലും കേരളത്തിലെ മറ്റ് മലമ്പ്രദേശങ്ങൾ, കണ്ണൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ട് ഒരു വിചിത്രമായൊരു കാഴ്ചയുണ്ട്. അത് ഞാൻ ഓർത്തെടുക്കുകയാണ്. 2018 പുത്തുമല തകർന്നുപോയി. നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഹൃദയഭേദമാകുന്ന ഈ കരൾ പിളർക്കുന്ന കാഴ്ചയുമായിട്ട് പുത്തുമല പോകും. ഞാൻ ആ പുത്തുമല നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയല്ല. ഉണ്ടക്കയിലെ തൊട്ട് മുകളിലുള്ള കിഴക്കാൻ തൂക്കായ മലയൊന്നുമല്ല, വളരെ ചരിവ് കുറഞ്ഞ ഒരു കുന്നെന്ന് വേണേൽ വിചാരിക്കാവുന്ന ഒരു മലയാണ് പുത്തുമലയിൽ ഇടിഞ്ഞ് താഴ്ന്നത്. ആ ഹൃദയഭേദമായ കാഴ്ച കാണുന്ന വേളയിൽ ഞാൻ വയനാട്ടിലെ മുഴുവൻ കാഴ്ചകളും കാണാം. വയനാട്ടിലെ ഭൂപ്രകൃതി എനിക്ക് കയ്യിലെ ഹസ്തരേഖ പോലെ എനിക്ക് പരിചിതമായൊരു ഭൂപ്രദേശമാണ്. അവിടെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഉൾനാടുകളിൽ, പ്രത്യേകിച്ച് ട്രൈബൽ ഏരിയയിലൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രവർത്തനം നടത്തുന്നുണ്ട്. അവരുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അവരുടെ
വാസസ്ഥലങ്ങളുമായിട്ടുള്ള പിന്നീടൊക്കെ ഗാഠമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ആ പ്രകൃതിയെ നമുക്കറിയാം. ഇവിടെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം 2018 അത് തെളിഞ്ഞു വന്നു. നമ്മുടെ ലക്കടിയിൽ നിന്ന് നമ്മുടെ മുത്തങ്ങ വരെ പോകുന്ന വയനാടിൻ്റെ മധ്യഭാഗത്തോടെ മധ്യരേഖയിലൂടെ സഞ്ചരിക്കുമ്പോൾ 2 ഭാഗത്ത് വലിയ രീതിയിൽ നമുക്കറിയാം വീതിയുള്ള റോഡുകൾ വരുന്നു, നാഷണൽ ഹൈവേകൾ വരുന്നു, അവിടെ ബഹുനില മന്ദിരങ്ങൾ വരുന്നു. അങ്ങനെ വയനാടിൻ്റെ വനസമ്പത്ത് വികസനത്തിൻ്റെ പേരിൽ, ടൂറിസ്റ്റ് വികസനത്തിൻ്റെ പേരിലൊക്കെ മാറുന്നു. നമ്മുടെ വയനാടിൻ്റെ മണം എന്ന് പറയുന്ന കൃഷി രീതികൾ മാറുന്നു. ദ്രുതവാട്ടം എന്ന് പറഞ്ഞിട്ടൊരു അസുഖം വന്നിട്ട് കുരുമുളക് കൃഷി പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നു. കാപ്പി കൃഷി, അത് വർഷങ്ങളായിട്ട് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് വന്നിരുന്ന കാപ്പി കൃഷി വലിയ പ്രതിസന്ധിയിലെത്തുന്നു. അപ്പം നമ്മൾ മറ്റ് നാണ്യവിളകളുടെ ഇതിലേക്ക് വേണ്ടി നമ്മൾ മാറുകയാണ്. വയനാട്ടിൽ ആദ്യമായിട്ടാണ് അക്കാലത്ത് റബ്ബർ നട്ടു തുടങ്ങിയത്. അങ്ങനെയൊക്കെയുള്ള പ്ലാന്റേഷൻ രീതികൾ മാറി. നമ്മൾ പറയുന്ന ഒറ്റ കാര്യമാണ്, ഞാൻ കണ്ട ഭീതിതമായ കാഴ്ച മണ്ണിടിച്ചിലാണ്. 2 ഭാഗത്തും മണ്ണിൻ്റെ ദൗർബല്യം നമ്മളെ ബോധ്യപ്പെടുത്തിയിരുന്നു. 2018 അങ്ങോളം ഇങ്ങോളം, അത് ബത്തേരിയാണെങ്കിലും മാനന്തവാടിയാണെങ്കിലും കൽപ്പറ്റയിലെ വിവിധ പ്രദേശങ്ങളിലാണെങ്കിൽ തന്നെ മണ്ണിടിച്ചിൽ വളരെ വ്യാപകമായിരുന്നു. ചെറിയ കുന്നുകളിൽ മണ്ണിടിക്കുന്നു, റോഡിൻ്റെ സൈഡിൽ മണ്ണിടിക്കുന്നു, എല്ലാ ഭാഗത്തും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട മണ്ണിൻ്റെ ഒരു ഘടന പരിശോധിക്കാനും നമ്മൾ ഇതല്ല. അപ്പം മണ്ണിൻ്റെ ഘടന പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്, വളരെ നമ്മൾ പരിസ്ഥിതി ലോലം എന്ന് പറയുന്ന ഒരു ഭാഷാപ്രയോഗമാണ് മലയാളികൾക്ക്. പക്ഷേ ആ ഭാഷാപ്രയോഗത്തിനപ്പുറം വളരെ സൂക്ഷ്മമായ പഠനം ആവശ്യപ്പെടുന്ന ഒരു സോയിൽ പ്രൊഫൈലാണ്, ഒരു ജിയോളജിക്കൽ സോയിൽ പ്രൊഫൈലാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായത്. അതായത് ഫ്രാഗ്മെൻറ്റഡ് റോക്ക് എന്ന് പറയുന്നത് വിള്ളലുകളുള്ള പാറ നിറഞ്ഞൊരു സ്ഥലം. പാറ തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിൽ തെറിച്ചേറിക്കുന്ന പാറ കഷ്ണങ്ങൾ, അതിൻ്റെ കൂടെ മണ്ണ്, പിന്നെയും പാറ, പിന്നെയും മണ്ണ് തുടങ്ങിയിട്ടുള്ള വളരെ വിചിത്രമായിട്ടൊരു ജിയോളജിക്കൽ പ്രൊഫൈലാണ് ഈ വയനാടിൻ്റെ മണ്ണിലുള്ളത്. ആ തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്, ഈ മണ്ണിടിച്ചിലിൻ്റെ കാര്യം, മണ്ണിങ്ങനെ ഇങ്ങനെ ഊർന്ന് വീണുകൊണ്ടിരിക്കുക. നമ്മുടെ വയനാടിലെ മഴയെപ്പറ്റി പറയും, നമ്മുടെ ഈ നൂൽമഴ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഈ ഡ്രിസിൽ എന്ന് പറയും. ഞാൻ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലെ നൂൽമഴ പെയ്യുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്നത് വയനാട് ഭൂമിയിൽ നിന്ന്. അപ്പം നൂൽമഴ പെയ്യുന്നത് പോലെ ഈ മണ്ണിനിടയിൽ ജലധാരകളുണ്ട്, ചെറിയ ജലധാരകളുണ്ടാകുന്നു. ചെറിയ നമ്മുടെ വെള്ളച്ചാട്ടമല്ല, ഈ വെള്ളത്തിൻ്റെ അരുവികൾ പോലെ വിചിത്ര കാഴ്ചയായിരുന്നു. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഉപരിതലം. നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ ഭൗതികശാസ്ത്രജ്ഞർ ഒരുപക്ഷെ അവർ കൂടുതൽ ഗവേഷണ ഫലമായിട്ട് നമുക്ക് പറഞ്ഞു തരും. എന്നാലും ഞാൻ പറയാം, പാറകളുണ്ടാകുന്നത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ട്, കോടിക്കണക്കിന് വർഷങ്ങളുണ്ട് വലിയ പാറ. അതിന് മേൽമണ്ണുണ്ടാകുന്നത്, വയനാടിനെ സംബന്ധിച്ച് മേൽമണ്ണുണ്ടാകുന്നത് അവിടെ ദുർബലമായ ഭൂവളിയാണ്. അവിടെ മേൽമണ്ണിന് കനം പോലും ഇല്ല. എനിക്ക് അവിടുത്തെ സ്ഥലങ്ങൾ ഇത്രയും വൃത്തിയായിട്ട് അറിയാവുന്നത് വെച്ചാൽ അവിടെ ഒരുപാട് കെട്ടിടങ്ങൾ നിർമ്മിതിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയി. മേൽമണ്ണ് 2, 3, 4 അടി മാത്രം പൊക്കമുള്ള മേൽമണ്ണാണ്. അതിലും ഈ ക്ലേ കണ്ടൻറ്റ് കുറവാണ്. അതുകൊണ്ട് ശക്തിയായിട്ടുള്ള മണ്ണല്ല, ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള മണ്ണാണ്. അതിനിടയിൽ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള എന്താണ് അന്ന് സംഭവിച്ചത്? 2018 ഒരുപക്ഷെ കേരളം ശ്രദ്ധിക്കാത്ത, ഇപ്പോഴൊരുപക്ഷെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നടന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മലമുകളിലെ ഈ പ്രവർത്തനങ്ങൾ, പ്രകമ്പനങ്ങൾ മാറി കൃഷിരീതികളെല്ലാം ഉപരിതലത്തെ ഗാഢമായിട്ട് സ്പർശിച്ചിട്ടുണ്ട്. ആ ഗാഢമായിട്ടുള്ള സ്പർശം എന്ന് പറയുന്നത് വിള്ളലുകളായിട്ട് മാറിയിട്ടുണ്ട്. വിള്ളലുകളിൽ കൂടെ ഈ മേൽപ്പെഴുന്ന മഴയുടെ ഈ ചെറിയ അരുവികൾ പാറയ്ക്കിടയിലൂടെ ഇറങ്ങി വലിയ ജലാശയങ്ങളായിട്ട് മാറി. ഞങ്ങളുടെ മേഖലയിൽ, ഈ വെള്ളം കിട്ടാത്ത മേഖലയിൽ നമ്മൾ ബോർവെൽ കുഴിക്കാറുണ്ട്. ബോർവെൽ കുഴിച്ച് തീരുന്നത് ഒരു ചെറിയ ജലാശയത്തിലാണ്. ഒരു 10-30 വർഷക്കാലം ഒരു കുടുംബത്തിന് ആവശ്യമുള്ള വെള്ളം വലിച്ച് ഊറ്റാവുന്ന രീതിയിലുള്ളൊരു ജലാശയത്തിലാണ് ഒരു ബോർവെൽ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അതേപോലെ ഈ വയനാട്ടിൽ ഈ ഇത്തരം ഫ്രാഗ്മെൻ്റഡ് റോക്സിൽ കൂടെ കയറി ഈ ഉള്ള വലിയ ജലാശയങ്ങൾ രൂപപ്പെടുന്നു എന്ന് പറയുന്നത് എനിക്കൊരു പുത്തൻ അറിവായിരുന്നു. ഞാൻ ആദ്യമായിട്ട് 2018 ഈ പുത്തുമല ദുരന്തത്തിന് മുമ്പ് വയനാട് സഞ്ചരിച്ചുകൊണ്ടിരുമ്പോൾ കണ്ടൊരു കാഴ്ച, ഒരു ഉൾവന ഇതിനകത്ത് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ മുമ്പിൽ കാണുന്ന കാഴ്ച ഭൂമി നഷ്ടപ്പെട്ട കാഴ്ചയാണ്.
നമ്മുടെ കാൽ കീഴിലുള്ള ഭൂമി നഷ്ടപ്പെടുക എന്നൊക്കെയുള്ള ഭാഷാപ്രയോഗമാണ്. പക്ഷെ ഇതല്ല, ഒരു വലിയൊരു ഭാഗം ഭൂമി കാണാനില്ല. ഉൾവനങ്ങളായതുകൊണ്ട് വലിയ അത് ശബ്ദമുണ്ടാക്കുന്നില്ല, മാധ്യമശക്തിയിൽ വരുന്ന വലിയൊരു കാണുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് നടത്തിയ കൗതുകകരമായിട്ടുള്ള എൻ്റെ അന്വേഷണങ്ങളാണ് ഒരു വിചിത്രമായൊരു പ്രതിഭാസത്തിലേക്ക് നയിച്ചത്. അതായത് വിചിത്രമായ പ്രതിഭാസം എന്താണ്? നമ്മുടെ ഭൂമിക്കടിയിലെ ജലാശയങ്ങൾ, വലിയ ജലാശയങ്ങൾ, കോടിക്കണക്കിന് ലിറ്ററുകൾ ആവാഹക ശേഷിയുള്ള ജലാശയങ്ങൾ, ഇത് ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട്, അത് അതിവൃഷ്ടിയാവാം. നമ്മൾ വയനാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്ന അതിവൃഷ്ടിയുടെ കാലമാണ്. ഒരു മേഘവിസ്ഫോടനം ഉണ്ടാവുകയും അതിവൃഷ്ടിയുടെ കാലത്ത് വെള്ളം അമിതമായ രീതിയിൽ വലിച്ചിറക്കുകയും ചെയ്യുന്ന സമയത്ത് സമ്മർദ്ദം കൂടും. സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ താങ്ങാനൊക്കാത്ത സമ്മർദ്ദമാണ്. 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ വരുമ്പോൾ 1 കോടി ഈ ലിറ്ററെങ്കിലും കാണുന്ന ഒരു ജലാശയത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര സമ്മർദ്ദമുണ്ടെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഏതെങ്കിലും അതിവൃഷ്ടിയുടെ കാലത്ത് ഒരു എല്ലാ അടുത്തുള്ള ജലാശയങ്ങളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്ന രീതിയിലൊരു പ്രക്രിയ ഉണ്ടാവുകയും ഏറ്റവും ദുർബലമായ ഒരു ഭാഗത്ത് അത് പൊട്ടി താഴോട്ട് വീഴുകയും ചെയ്യുക. പൊട്ടി താഴോട്ട് വീഴുന്ന കാഴ്ച ഇത്തവണ പുത്തുമലയിലല്ല, മുണ്ടക്കയിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടു. ഒരു മലയുടെ മുകളിൽ നിന്നല്ല വെള്ളം ഉറവ് വരുന്നത്, മലയുടെ ഒരു മധ്യഭാഗത്തു നിന്ന് പെട്ടെന്ന് ഒരു വലിയ ദ്വാരമുണ്ടാവുകയും, വലിയ ദ്വാരം എന്ന് പറയുന്നത് ഏതാനും മീറ്ററുകളുടെ വ്യാസമായിട്ടൊരു ദ്വാരമായിട്ട് മാറുകയും, അവിടുന്ന് വരുന്ന അശനിപാതം പോലെ, നമ്മളൊരു അശനിപാതം പോലെ കുത്തി ഒഴുകുന്ന വെള്ളത്തിനകത്ത് പാറയും മരങ്ങളും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് വരുന്ന അതിരൗദ്രമായിട്ടുള്ള വെള്ളത്തിൻ്റെ പ്രവാഹമാണ്. ഈ വെള്ളത്തിൻ്റെ പ്രവാഹം ഒരു തരത്തിൽ നമുക്ക് തടുക്കുവാനാവില്ല. കാരണം നമ്മുടെ മോർവി ഡാം, നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ഇതാണ്. മോർവി ഡാം തകർന്നപ്പോൾ വന്ന വെള്ളത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഒരു സംസ്ഥാനം ഇതുവരെ പൂർണ്ണമായിട്ട് മോചിതമായിട്ടില്ല എന്നുള്ളത് നമ്മുടെ വർത്തമാനകാല ചരിത്രം തന്നെ. അതുപോലെ ഈ വെള്ളത്തിൻ്റെ പ്രവാഹം വന്നപ്പോൾ തീരം തകർത്ത് ഒഴുകുന്ന രീതിയിൽ പരന്നൊഴുകുകയും ആ മുണ്ടക്കൈ എന്ന് പറയുന്ന ജനപദം ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കാര്യം അതല്ല. നമ്മുടെ ഉറവ തുടങ്ങിയ സ്ഥലത്തിനടുത്ത് അതും ഒരു പേരില്ലാത്ത പാവപ്പെട്ടവരുടെ ആവാസ സങ്കേതമായിരുന്നു. അവിടെ ലയങ്ങളുണ്ടായിരുന്നു. അവിടെ മുഴുവൻ പ്ലാന്റേഷനാണല്ലോ. അതിന് മുകളിൽ വലിയ വൻകിട മുതലാളിമാരുണ്ടാക്കുന്ന വലിയ പ്ലാന്റേഷനാണ്. വലിയ പ്ലാന്റേഷൻ, ആയിരക്കണക്കിന് ഏക്കർ വരുന്ന പ്ലാന്റേഷൻ മാത്രമല്ല, ആ ഭൂമി മുഴുവൻ മേപ്പാടി ടൗണിൻ്റെ മുകളിലുള്ള ഈ ഭൂമി മുഴുവൻ, ദുർബലമായ ഭൂമി മുഴുവൻ വലിയ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ വലിയ ആയിരക്കണക്കിന് ഏക്കറുകളുടെ ലാൻഡ് ബാങ്കുകളുണ്ടാകും. അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയില്ല. റിസോർട്ട് പണിഞ്ഞ് 10 കെട്ടിടം പൊങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു പക്ഷേ ജനങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു അകത്ത് പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന്. അത്രയും ഭീകരമായിട്ടുള്ള രീതിയിൽ വികസനം നടക്കുകയാണ്. ഈ വയനാടിൻ്റെ ഇത്തരത്തെ പ്രശ്നം എന്ന് വെച്ചാൽ 2018 കഴിഞ്ഞ് 2020 കഴിഞ്ഞിട്ട് കോവിഡിൻ്റെ കാലം കഴിഞ്ഞിട്ട് ടൂറിസത്തിൻ്റെ മേഖല തുറന്ന് സജീവമായപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്ന അവിടെയാണ്. ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഹഠാത് ആകർഷിക്കുന്ന രീതിയിലുള്ള അതുല്യമായ സമാനതകളില്ലാത്ത പ്രകൃതി സൗന്ദര്യം ബാക്കി നിൽക്കുന്ന പ്രദേശത്താണ് ഇത്തവണ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഭൂമി പിളർന്നു പോയത്. അവിടേക്ക് വലിയ കുത്തൊഴുക്കാണ്, ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്കാണ്. ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാമ്പത്തിക അവസരങ്ങളുണ്ടാക്കും. ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ വരുന്നു. അവിടെ ഒരുപാട് റിസോർട്ടുകൾ വരുന്നു. നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി കരിങ്കൽ ക്വാറികൾ കൂടുതൽ സജീവമാവും. നമുക്ക് അന്ന് പുത്തുമലയിൽ നമ്മൾ പറയുന്നു, ഇപ്പോഴും പറയുന്നു, ഇതിന് വെറും 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോഴും 11-12 ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പല ലൈസൻസ് ഇല്ല എന്നാണ് അറിയുന്നത്. അത് ഉണ്ടാക്കുന്ന പ്രകമ്പനം ഭൂമിക്ക് വലിയ പരിക്കുകൾ ഏൽപ്പിക്കുക. ഈ പരിക്കുകൾ, ഇത്തരം ഒരു സമീപനങ്ങൾ, ഇത്തരം ഹിതകരമല്ലാത്ത അനഭിലഷണീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ആഘാതത്തെ രൂക്ഷമാക്കുന്ന രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കി. ഈ വിള്ളലിൽ കൂടെയുള്ള ജലപ്രവാഹമാണ് കണ്ടത്. വളരെ ഇത് സംസാരിക്കേണ്ട സമയമല്ല. പക്ഷേ എന്നാലും നമ്മുടെ ഒരു പുത്തൻ പരിപ്രേക്ഷ്യം നിർണ്ണയിൽ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേൾക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒന്ന് പാർപ്പിട സാക്ഷരതയാണ്. പാർപ്പിട സാക്ഷരത എന്ന് പറയുന്നത്, ഹാബിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് 4 ചുവരുകൾ നിർമ്മിക്കുന്നതല്ല. 4 ചുവരുകൾക്കപ്പുറത്ത് മനുഷ്യനുണ്ട് എന്നുള്ളൊരിതാണ്. മനുഷ്യൻ്റെ വേദനകളുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ വിങ്ങലുകളുണ്ട്. ആ വിങ്ങലുകളെയും നെടുവീർപ്പുകളെയും ഒക്കെ നമുക്ക് ഒരിക്കലും ആശ്വസിപ്പിക്കാൻ ഒക്കാത്ത വിധം ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങളാണ്. ഒറ്റപ്പെട്ട ജീവിതങ്ങളിൽ തണൽ വിരിക്കുകയാണ് നമുക്ക് വേണ്ടത്. തണൽ വിരിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഒരു രൂപകൽപ്പന വേണം, കൃത്യമായിട്ടുള്ള ഒരു സമീപനം വേണം. അവിടെ തന്നെ ഒരു പക്ഷേ ദുർബലമായ ഭൂമിയിൽ തന്നെ 2ാമത് വീട് കൊടുക്കുക, അതിനുവേണ്ടി
പുതിയ ടെക്നോളജികൾ വരും. അതാണ് എനിക്ക് പേടി. എവറി ഡിസാസ്റ്റർ ഇസ് ഓപ്പർച്യൂണിറ്റി. നിർമ്മാണ മേഖല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പുത്തൻ ടെക്നോളജികൾ, പ്രീ ഫാബ്രിക്കേറ്റഡ് വീടുകൾ, കേരളത്തിനൊട്ടും ഭൂഷണമല്ലാത്ത, കേരളത്തിൽ ഒരിക്കലും നടപ്പാക്കാനൊക്കാത്ത പ്രീ ഫാബ്രിക്കേറ്റഡ് വീടുകളിലെ ഇതിൻ്റെ വ്യാപനത്തെക്കുറിച്ച് ഇപ്പോൾ ഇതിനകം തന്നെ പലതിലും ചർച്ച തുടങ്ങി. അങ്ങനല്ല വേണ്ടത്. അവിടുത്തെ സാധാരണക്കാരുടെ, അവിടുത്തെ പാവപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവരുടെ ജീവിത കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നാടൻ നിർമ്മാണ വസ്തുക്കൾ കൊണ്ട് എങ്ങനെ ഭൂകമ്പത്തെ അതിജീവിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുവാനായിട്ട്, പ്രകൃതിയെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു നിർമ്മാണ പ്രക്രിയയ്ക്കാണ് നമ്മൾ രൂപപ്പെടുക്കുന്നത്. നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു ജീവനാണ്, വീടല്ല തിരിച്ചു കൊടുക്കേണ്ട ഒരു ജീവനാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പം അത്തരൊരു വ്യവസ്ഥയിൽ കൂടെ, ഒരു വിവക്ഷയിൽ കൂടെ വേണ്ടിയുള്ള ഒരു ഡോക്ടർ ശങ്കർ, ഞാൻ അത് തന്നെയാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചതും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ താങ്കൾ പറഞ്ഞു നിർത്തിയ ഒരു ഭാഗമുണ്ടല്ലോ, അതായത് നമ്മൾ ജീവനാണ് തിരിച്ചു കൊടുക്കേണ്ടത്, ഒരു വീടോ അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ മാത്രമല്ല എന്നുള്ളത്. അപ്പം ആ പാകത്തിലുള്ളൊരു ആസൂത്രണം, ആ പാകത്തിലുള്ളൊരു രൂപകൽപ്പന എന്നൊക്കെ പറയുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടി വരും, എന്തൊക്കെ ഘടകങ്ങൾ നമ്മൾ അതിൽ ഉൾച്ചേർക്കേണ്ടി വരും, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണ്ടേ നമ്മൾ? തീർച്ചയായിട്ടും. അതാണ് നമ്മൾ ഈ ദുരന്ത പ്രദേശങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പദ്ധതി വരും. അത് മിക്കവാറും സംസ്ഥാന തലസ്ഥാനത്ത് വേറെ ഇരുന്ന ആൾക്കാരുടെ ഒരു വിദഗ്ധന്മാരൊരു സമിതി ഉണ്ടാക്കി ഒരു മണ്ടൻ ഡിസൈൻ ഉണ്ടാക്കും. മണ്ടൻ ഡിസൈൻ എന്ന് പറയുന്നത് ക്രൂരമായ ഭാഷാപ്രയോഗം എന്ന് എനിക്കറിയാം. എന്നാലും അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുള്ള ആൾക്കാരുണ്ട്. ഈ നടക്കാൻ കഴിയാത്ത ആൾക്കാരെ കാണും, ഈ ശാരീരിക ശേഷി കുറവായിട്ടുള്ള ആൾക്കാരെ കാണും, വിധവകൾ കാണും. അതേസമയം അച്ഛനമ്മയും മക്കളും കൂടെ താമസിക്കുന്ന കൂട്ടുകുടുംബത്തിൻ്റെ ഘടനയാണ്. ഇവരെയൊക്കെ വ്യത്യസ്തമായിട്ട് കണ്ടുകൊണ്ട് ഉള്ളൊരു പരിപ്രേക്ഷ്യ നിർമ്മിതിയാണ് നമുക്ക് ആവശ്യം. അവരെല്ലാവർക്കും മുഖങ്ങളുണ്ടെന്നും അവർക്കെല്ലാവർക്കും ആശകളുണ്ടെന്നും ഒക്കെയുള്ള രീതിയിൽ തന്നെ ആവണം നമ്മൾ നിർമ്മിക്കേണ്ടത്. അതായത് ചില വീടുകൾക്ക്, ഉദാഹരണത്തിന് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ വീടിന് ഒരു മുറി മതി. അതേസമയം ഒരു കുടുംബമായിട്ട് താമസിക്കുന്നവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ ഒരു വളരെ ഗാഢമായിട്ടുള്ള, ഉപരിതല സ്പർശിയായിട്ടല്ലാതെ ഗാഢമായിട്ടുള്ള ഒരു സോഷ്യൽ സർവേ നടത്തണം. സോഷ്യൽ സർവേ നടത്തിയിട്ട് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും, ഇതൊരു അന്താരാഷ്ട്ര വൊക്കാബുലറിയാണ്. ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് അടുത്ത നമ്മുടെ ഒരു പരിപ്രേക്ഷ്യ നിർമ്മിതിയിലേക്ക് പോകേണ്ടത്. ആ ഇൻഡിക്കേറ്റർ നിർമ്മിതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് വേണം. ഒരു ഗാഢമായ സോഷ്യൽ സർവേ മാത്രമല്ല, നമ്മൾ ഇവരെ ഒരു സ്ഥലത്തു നിന്ന് മാറ്റുകയാണ്. ഈ ഉരുൾപൊട്ടൽ വന്ന ആ ദുരന്ത ഭൂമിയിലേക്ക് തീർച്ചയായിട്ടും ഓർമ്മകൾ കാണും. പക്ഷേ അവിടുന്ന് മാറ്റി താമസിപ്പിക്കുകയാണ്. പക്ഷേ മാറ്റി താമസിക്കുന്നത് അത് അവർക്ക് തീർത്തും അന്യമായിട്ടുള്ള ഒരു ഭൂമിയിലേക്കാവരുത്. അതിന് പകരം ഭൂമിയിലേക്ക് അന്യമാവരുത്. അവർക്ക് ഇതിനടുത്ത് തന്നെ ഒട്ടും സാധ്യതയില്ലാത്ത, ഇത്തരം ദുരന്തങ്ങൾക്ക് സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിക്കേണ്ടത് തീർച്ചയായും ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇത് അവരുടെ മണ്ണാണ്, അവരുടെ വേണ്ടപ്പെട്ടവരെ കിടന്നുറങ്ങുന്ന മണ്ണാണ്. ഇത് കാണാത്തവർ മൺമറയത്ത് കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ഓർമ്മകളുടെ പ്രധാനമാണ്. ഓർമ്മകളെ വിട്ടുപോകാനായിട്ട് അവർ ഒരിക്കലും തയ്യാറാണ്. പക്ഷേ അവരുടെ സുരക്ഷിതത്വം കണക്കാക്കി അതിന് യുക്തമായിട്ടുള്ള ഭൂമി കണ്ടെത്തിയിട്ട് വളരെ അവരെ കൂടെ നിർത്തിയിട്ടുള്ള ഒരു ഇതാണ്. ഞാനതാ പറഞ്ഞത്, ഒരു വീടല്ല നമ്മൾ നിർമ്മിക്കുന്നത്, ഒരു ജീവിതത്തിൻ്റെ പുനർനിർമ്മിതിയാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപ്രേക്ഷ്യം മാറണം. ഇവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ജീവിക്കാൻ സഹായകരമായിട്ടുള്ള ഒരുപക്ഷെ തൊഴിൽ സാധ്യതകളൊക്കെ ആ സ്ഥലത്ത് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക അവസരങ്ങൾ ഒരുപക്ഷെ കിട്ടാവുന്ന രീതിയിലുള്ള അവരുടെ ജീവിതത്തിൻ്റെ പുനർനിർമ്മിതിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല അടിസ്ഥാന സൗകര്യങ്ങൾ, ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടുള്ള സമൂഹത്തെ നമ്മൾ മുറുകെ ചേർത്ത് പിടിക്കുന്നത്, ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട അവസരം എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ ആ പരിപ്രേക്ഷ്യ നിർമ്മിതി വളരെ സെൻസിറ്റീവായിട്ട് ചെയ്യണം. പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. അതായത് നമുക്കിനി സമയമില്ല, നമുക്കിനി കേരളത്തിന് സമയം ബാക്കിയിരിക്കുന്നില്ല. ഞാൻ പണ്ട് MT വാസുദേവൻ പറഞ്ഞൊരു വാക്യം ഓർമ്മിച്ചത്, കരിയിലേക്കിടയിൽ മരണം കാത്തിരിപ്പുണ്ട്, അവൻ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതി, ഏറ്റവും അതിൽ കൂടുതൽ ദുഃഖിപ്പിക്കുന്ന പരിസ്ഥിതി നാശം, ഇത് പഠിക്കാതിരിക്കരുത്. പരിസ്ഥിതി നാശം 2018 വെള്ളപ്പൊക്കത്തിന് ആളുകൾ മരിച്ചുപോയ എണ്ണം നമ്മൾ വിട്ടു. ഉരുൾപൊട്ടൽ ആളുകൾ മരിച്ചുപോയവരുടെ എണ്ണം നമുക്കറിയാം. അവർക്കുറിച്ച് വീട് വയ്ക്കുന്ന പ്രക്രിയയിലായിട്ട് ചുരുങ്ങരുത്. അതിനേക്കാളപ്പുറം പരിസ്ഥിതി നാശത്തെ പ്രതിരോധിക്കുന്ന രീതിയിൽ ഇനി സമയമില്ല. എന്നതാ പറഞ്ഞത്, നഗരവൽക്കരണത്തിന് കടുത്ത ചൂട് ഇന്ത്യയിൽ അനുഭവപ്പെട്ടു തുടങ്ങി. വയനാട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ നഗരവൽക്കരണം പിടിമുറുക്കുകയാണ്. കൽപ്പറ്റയുടെയും ഈ നമ്മുടെ മാനന്തവാടിയുടെയും സുൽത്താൻ ബത്തേരിയുടെ മുഖം എത്ര
എത്ര പെട്ടെന്നാണ് മാറിയത് നമ്മൾ കാണാം. അവിടേക്ക് നഗരങ്ങളായിട്ട് മാറിയിരിക്കുന്നു. ഈ ചെറിയ പട്ടണങ്ങളായിരുന്ന കൽപ്പറ്റ വലിയ നഗരമായിട്ട് മാറിയിരിക്കുന്നു. സുൽത്താൻ ബത്തേരി അതിനേക്കാളും വലിയ നഗരമായിട്ട് മാറിയിരിക്കുന്നു. ഈ നഗരം പൂർണ്ണമായിട്ടും നഗരവൽക്കരണത്തിൻ്റെ ഇതിനകത്തൊരു 10-30 വർഷത്തിന് വയനാട് നീങ്ങുന്നുള്ളത്. പക്ഷേ അത് നഗരവൽക്കരണം വരുമ്പോഴും അത് ജനസാന്ദ്രത അതിഭീകരമായിട്ട് വർദ്ധിക്കാൻ പോകണം. അപ്പോഴും നമുക്ക് വളരെ അമൂല്യമായിട്ടുള്ള കാടുകൾ നിർത്തി, കൃഷിസ്ഥലങ്ങൾ നിർത്തി, വയനാടിൻ്റെ എല്ലാവരും പറയും വയലിൻ്റെ നാടെന്നല്ലേ വയനാടെന്ന് പറയുന്നത്. ആ വയൽ ഇപ്പം കാണാനേ ഇല്ല. ഇപ്പം അതൊക്കെ ചതുപ്പ് നിലങ്ങളാണ്, വാട്ടർ റിട്ടൻഷൻ ഒരു സ്ട്രക്ചേഴ്സാണ് അതൊക്കെ. വയലുകൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ വെള്ളത്തെ ആവാഹിക്കാനായിട്ടുള്ള ഒരു ജൈവ വ്യവസ്ഥയാണ്. അതൊക്കെ മാറി, അതൊക്കെ വീടുകളായിട്ട് മാറി, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറി ചെയ്യുന്ന വളരെ ദുഃഖകരമായ കാഴ്ചയാണ് വയനാട് മുഴുവൻ. അപ്പോൾ വയനാടിന് വേണ്ടി നമ്മൾ പറയുന്ന ഒരു പരിപ്രേക്ഷ്യം നിർബന്ധിക്കൊണ്ട് ഒരു അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, വയനാടിൻ്റെ പ്രത്യേകതയുള്ള സംസ്ഥാനത്തിൻ്റെ നിയമങ്ങളല്ല വയനാട് വേണ്ടത്, സംസ്ഥാനത്തിൻ്റെ ബിൽഡിംഗ് റൂളുകളോ സംസ്ഥാനത്തിൻ്റെ നിയമങ്ങളല്ല വേണ്ടത്. വയനാടിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഒരു നിയമസംഹിതയുടെ പരിരക്ഷയോട് കൂടിയുള്ള ഇടപെടലുമാണ് വേണ്ടത്. അത് കർശനമാക്കണം. അത് തീർച്ചയായിട്ടും ഭരണകൂടത്തിൻ്റെ കർത്തവ്യമാണ്, കർശനമായിട്ട് നടപ്പാക്കണം. അതിനകത്ത് ആളുകളെയാണ് മുന്നിൽ നിർത്തേണ്ടത്. ജനസൗഹാർദ്ദപരമായിട്ടുള്ള തീർച്ചയായും അവരോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കും, കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറയുന്നത് അവരോട് സത്യം പറയൂ, മനസ്സിലാവും. അവരാണ് നമ്മളെക്കാളും കാടിനെ സ്നേഹിക്കുന്നത്, അവരാണ് നമ്മളെക്കാളും പ്രകൃതിയെ സ്നേഹിക്കുന്നത്. അങ്ങനത്തെ ഒരു വ്യവസ്ഥയിൽ വളർന്നു വന്നൊരു ജനസമൂഹമാണ് വയനാട് എന്നുള്ളതിന് എനിക്ക് വേറെ സാക്ഷ്യങ്ങളൊന്നുണ്ട്. അതെൻ്റെ ജീവിത സാക്ഷ്യം തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഈ സാമൂഹ്യമായ ഒരു കണക്കെടുപ്പ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഈ പല നിലകളിൽ ജീവിച്ച മനുഷ്യന്മാരുണ്ടാവും അവിടെ. വളരെ താഴെത്തട്ടിൽ ജീവിച്ച മനുഷ്യന്മാരുണ്ടാവും, കുറേയൊക്കെ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിൽ ജീവിച്ച മനുഷ്യന്മാരുണ്ടാവും. ഇവരുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് അവർ തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ ആ നിലവാരത്തിലേക്കൊന്നും അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഇത് ഓരോന്നും നമ്മൾ പഠിക്കേണ്ടി വരും. ഈ സാമൂഹ്യമായി വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറയുമ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. എത്ര ആളുകൾ ഉണ്ടായിരുന്നു, അവരിൽ എത്ര പേർ അവശേഷിക്കുന്നുണ്ട്, അവർക്ക് എത്ര സൗകര്യം വേണം, അവർ ഏത് നിലയിലാണ് മുൻകാലത്ത് ജീവിച്ചിരുന്നത്, അവരെന്ത് ഉപജീവന മാർഗമാണ് നേരത്തെ ഉണ്ടായിരുന്നത്, അത് ഇനി തുടരാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടോ. അതുപോലെ ഇപ്പോൾ ഈ തകർന്ന വീടുകൾ മാത്രമല്ല, ഈ തകർന്നു കിടക്കുന്ന പ്രദേശത്തിൻ്റെ പരിസരങ്ങളിൽ ഒരുപക്ഷെ ഉപയോഗയോഗ്യമായി ശേഷിക്കുന്ന വീടുകളിൽ പോലും ആളുകൾക്ക് കഴിയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. കാരണം അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അതിൻ്റെ ചുറ്റുവട്ടത്ത് കിട്ടില്ല ഇനി അടുത്ത കാലത്തെങ്ങും. അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണ്ടി വരും നമ്മൾ ഈ പുനരധിവാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ. 100% രാജീവ്, 100% ഞാൻ താങ്കളുടെ ഭാഗത്തോടെ അങ്ങനത്തെ ഒരു ഉൾക്കാഴ്ചയാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, ചേർത്ത് പിടിക്കുന്ന, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു നിർമ്മാണ പ്രക്രിയ നടക്കുള്ളൂ. പക്ഷെ ആ ചേർത്ത് പിടിക്കലിൽ അതിനകത്ത് കനവും വേണം, കനിവും വേണം. ഞാൻ പറയുന്നതാണ്, അതിനകത്ത് കനവൊരു അർത്ഥം വേണം, അർത്ഥപൂർണമായിട്ടുള്ള ഒരു ചേർത്ത് പിടിക്കലാണ് വേണ്ടത്. അതേസമയം ആർദ്രതയോട് കൂടിയുള്ള, സമഭാവനയോട് കൂടിയുള്ള, അതിനകത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പാവപ്പെട്ടവരെയാണ് മുൻപിൽ നിർത്തേണ്ടത്. മറ്റൊരു എനിക്ക് സർക്കാരിൻ്റെ ചുമതലമുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാരുടെ പുനരധിവാസമല്ല, ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ പുനരധിവാസമാണ് സർക്കാർ ഏറ്റവും ഊന്നൽ കൊടുക്കേണ്ടത്. അവർക്ക് ഒന്നും എല്ലാം നഷ്ടപ്പെട്ടവർ, ഭൂമി നഷ്ടപ്പെട്ടവർ, ജീവിതം നഷ്ടപ്പെട്ടവരിൽ പുനരധിവസിപ്പിക്കാൻ ആദ്യത്തെ ഘട്ടത്തിൽ വേണ്ടത്. അതിനുവേണ്ടി കേരളം ഒന്നിച്ച് നിൽക്കുന്നൊരു കാഴ്ചയുണ്ട്. അത് അത്ഭുതകരമായ കാഴ്ചയാണ്. ഞാൻ ഇത്രയും ഒരു സോഷ്യൽ മൊബിലൈസേഷൻ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. ഞാൻ ജപ്പാൻ തൊട്ട് ഹെയ്ത്തി വരെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും ഒരു സോഷ്യൽ മൊബിലൈസേഷൻ കണ്ടിട്ടില്ല. അത് അത്ഭുതകരമായൊരു ഒത്തുചേരലാണ്. കേരളം ഒറ്റ മനസ്സോടുകൂടി നിൽക്കുകയാണ്. അതൊരു വലിയൊരു കാര്യം. അതിൻ്റെ രാഷ്ട്രീയ ഭേദമില്ലാതെ, മതദ്വേഷമൊന്നും ഇല്ലാതെ ഒറ്റ ഇതിനകത്ത് നമ്മളെല്ലാം ഹൃദയത്തോട് വയനാടിന് ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നതിൻ്റെ മാനങ്ങളാണ് പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചേർത്ത് പിടിക്കലിൽ പരിരക്ഷയുടെ, സുരക്ഷിതത്വത്തിൻ്റെ കവചങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം അവർ ചെയ്യാൻ. അപ്പോഴും ഞാനതാ പറയാം, എവറി ഡിസാസ്റ്റർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. അതിനുവേണ്ടി ഉള്ള ഓപ്പർച്യൂണിറ്റി, കാശ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് വളരെ നിർമ്മാണ മേഖലയെ കണക്കാക്കും. കാശ് ഉണ്ടാക്കാൻ നമുക്ക് അബദ്ധജടിലമായിട്ടുള്ള സാങ്കേതിക അറിവുകൾ നമ്മളുടെ പുറത്ത് കൊണ്ട് സ്ഥാപിക്കുവാനായിട്ട് പ്രീ ഫാബ്രിക്കേഷൻ ടെക്നോളജി കുറഞ്ഞ് വരും. ഇത് പല വേഷത്തിൽ വരും, പല വേഷത്തിൽ പല രൂപത്തിൽ വരും. അതെല്ലാവരും പറയുന്നത് ഗ്രീൻ ടെക്നോളജീസാണ്. അതാണ് എനിക്ക് വലിയ വിഷമായിട്ടുള്ളത്. അതെല്ലാം ഗ്രീൻ ടെക്നോളജീസ് എന്നുള്ള രീതിയിൽ ഈ വ്യാജന്മാരെ അവതരിപ്പിക്കുകയും അവരെ കെട്ടി എഴുന്നള്ളിക്കുകയും ചെയ്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് സംബന്ധിച്ച് വരും.
ഇതിനെ യഥാർത്ഥ ജനങ്ങൾ തിരിച്ചറിയുകയും അവരുടെ ജീവിത രീതിയുമായിട്ട് അവരുടെ മണ്ണിനും കാലാവസ്ഥയ്ക്കും സാമൂഹിക കാലാവസ്ഥ യോജിക്കുന്ന രീതിയിലുള്ള ഒരു പുനർനിർമ്മാണ പ്രക്രിയയാണ് ചെയ്യേണ്ടത്. നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ചില സംവിധാനങ്ങൾ പറയാതിരിക്കാൻ പറ്റും. കേരളത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി വളരെ ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സംവിധാനം നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. അതേപോലെ റീബിൽഡ് കേരള മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി തന്നെയുണ്ട്, റീബിൽഡ് കേരള മിഷൻ. പക്ഷേ അതൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് വർത്തമാനകാല കാര്യം. പിന്നെ ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇത് റീസെറ്റിൽമെൻ്റ് ആണെങ്കിലും റീഹാബിലിറ്റേഷൻ ആണെങ്കിലും രണ്ട് കാര്യങ്ങളാണ്. പുനരധിവാസം എന്ന് പറയുന്നത് ഇപ്പോഴും വേദനാജനകമാണ്. അവരുടെ ഹൃദയഭൂമിയിൽ നിന്ന് പറിച്ചെടുത്ത് കളഞ്ഞ് മറ്റൊരു ഭൂമിയിലേക്ക് സ്ഥാപിക്കുമ്പോൾ അതിന് വേദന വളരെ വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് താമസിക്കും തോറും നമ്മൾ അവരുടെ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് അവരെ പുനരധിവസിപ്പിക്കേണ്ട കാര്യമുണ്ട്. അതിനുവേണ്ടി വളരെ ജാഗ്രതയോടുകൂടിയുള്ള കരുതലോടെ സംവിധാനം വേണം. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഭൂമി കണ്ടെത്തണം, അതിനെപ്പറ്റി പ്രാഥമികമായിട്ട് പഠിക്കണം. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ പോയായിരുന്നു ഡോക്ടർ ശങ്കർ. ഇപ്പോൾ സുനാമിയുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ സുനാമിയുടെ പുനരധിവാസം എന്ന് പറയുന്നത് എത്ര ദീർഘകാലം എടുത്തിട്ടാണത് പൂർത്തിയായത്? ഇതിപ്പോഴും അതിൻ്റെ മുഴുവൻ പൂർത്തിയായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇപ്പോൾ 2020 വരെയൊക്കെ സുനാമി പുനരധിവാസ പദ്ധതി പൂർത്തിയാകാത്തതിനെ കുറിച്ചുള്ള വാർത്തകൾ കൈകാര്യം ചെയ്തതിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. 2021 അതിപ്പോഴും പൂർത്തിയായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഇപ്പോൾ കോഴിക്കോട് തന്നെ പശുക്കടവ്, അവിടെ വലിയ ഉരുൾപൊട്ടൽ നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായുള്ള പുനരധിവാസ പദ്ധതി വൈകിപ്പോയതിനെക്കുറിച്ച് വാർത്തകൾ നമ്മളുടെ മുമ്പിലുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുത്തുമല പോലും അത് പൂർത്തിയായിട്ടില്ല എന്ന് തോന്നുന്നു, 5 വർഷത്തിനപ്പുറവും. അപ്പോൾ ഇത് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഇതിൽ നിന്നൊക്കെ ഭിന്നമായ ഒരു സാഹചര്യമാണ് കേരളത്തിന് മുന്നിലുള്ളത്. ഒരുപക്ഷെ കേരളം രൂപീകൃതമായതിനു ശേഷം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാവുന്ന ഒരു സംഗതി. മരണസംഖ്യ ഒരുപക്ഷെ 500 മേലേക്ക് പോയേക്കാം എന്ന് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന നമ്മളുടെ സഹപ്രവർത്തകരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ദുരന്തത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുനരധിവാസം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുകയും ആ ആഘാതത്തിൻ്റെ പരിക്കുകൾ എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമോ അങ്ങനെ ആ മനുഷ്യരുടെ പരിക്കുകൾ കുറയ്ക്കാൻ പാകത്തിലുള്ളതാവുകയും അത് സമയബന്ധിതമായി നടപ്പാക്കപ്പെടുകയും ഒക്കെ വേണം. അതിനെന്ത് മാർഗം എന്നുള്ളൊരു അതിനൊരു ഏജൻസി ചിലപ്പോൾ വേണ്ടി വരും. അതിന് മാത്രമായിട്ടുള്ളൊരു നടത്തിപ്പ് സംവിധാനം വേണ്ടി വരും. അങ്ങനെയൊക്കെ ആലോചനകൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴേ ഉണ്ട്. ഞാൻ ഇതായിട്ട് പറയില്ല, ഇപ്പോഴേ ഉണ്ട്. അതിൻ്റെ ഒരു ഏകോപനമാണ് പ്രധാനം. നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ശക്തിയോടുകൂടി മനസ്സുള്ള ഏകോപനം തന്നെ വലിയ കാര്യങ്ങൾ സൃഷ്ടിക്കാമെന്ന് നമ്മുടെ വർത്തമാനകാല സാക്ഷ്യമുണ്ട്. നമ്മുടെ ഈ രക്ഷാപ്രവർത്തനങ്ങളിലുള്ള ഏകോപനം പോലെ പുനരധിവാസ പ്രവർത്തനം ഏകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയൊരിതാവും. പക്ഷേ എന്ത് കാര്യം ചെയ്താലും അത് പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള നിർമ്മാണ രീതികൾ കൊണ്ടുവന്ന് നമുക്കൊരു പുത്തൻ ഒരു സാക്ഷര കേരളം സൃഷ്ടിക്കുവാനായിട്ടുള്ള നമുക്കൊരു പുത്തൻ വാക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ദുരന്ത സാക്ഷരത എന്ന് പറയുന്ന, ഡിസാസ്റ്റർ ലിറ്ററസി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പുത്തൻ ഒരു നിർമ്മിതിയിലേക്ക് നമ്മൾ മാറണം. അത് പരിപ്രേക്ഷ്യ നിർമ്മിതിയാണ്. ഈ കെട്ടിടനിർമ്മാണത്തിൻ്റെ രീതിയിൽ എന്നല്ല പറയുന്നത്, ഒരു പരിപ്രേക്ഷ്യ നിർമ്മിതി. ആ പരിപ്രേക്ഷ്യ നിർമ്മിതിയിലാണ് ഞാൻ പറയുന്നത്. വ്യത്യാസം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ശൈക്ഷണിക ശക്തി നമുക്കുണ്ട്. ഈ ആളുകളെ ഗാഢമായിട്ട് സ്നേഹിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് രണ്ടും ഉള്ള ഒരു നാട്ടിൽ തീർച്ചയായിട്ടും ഇത്തരമൊരു പുത്തൻ പരിപ്രേക്ഷ്യ നിർമ്മിതി വളരെ ലളിതമായിട്ട്, എനിക്കറിയാം ഇത് രൂക്ഷമായിട്ടുള്ളതാണ്, വളരെ സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണെങ്കിലും നടപ്പാക്കാവുന്ന ഒരു സ്ഥലമാണിത്. കാരണം അത് എൻ്റെ സാക്ഷ്യം എന്നുള്ളത്, ഞാൻ 40 വർഷങ്ങൾക്ക് മുമ്പ് ചിലവ് കുറഞ്ഞ ഈ ഭവന നിർമ്മാണ രീതികളെ പറ്റി ഒക്കെ ഞാൻ സംസാരിച്ച് തുടങ്ങുന്ന കാലഘട്ടത്തിൽ അന്ന് എന്നെ എന്താ പറയുന്നത്, 2 കൈയിൽ നീട്ടി സ്വീകരിച്ചത് മലയാളി ജനതയാണ്. ഞാൻ ഈ ഒരു ജനതയോട് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരുന്നു. കാരണം പരീക്ഷണങ്ങൾക്ക് എപ്പോഴും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മനസ്സുണ്ട്. അതാണ് മലയാളി മനസ്സിൻ്റെ വലിയൊരു നന്മ എന്ന് പറയുന്നതാണ്. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു വ്യത്യസ്ത ഭാഷ സംസാരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ഒരു ബദൽ നിർമ്മാണ സങ്കല്പം മുമ്പോട്ട് വയ്ക്കുന്ന ആളെ നിൽക്കാനൊക്കെ ഇല്ല. അതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും വയനാട് ഒരു മാതൃക സൃഷ്ടിക്കുന്നത്. വയനാട് ഞാൻ പറയുന്ന അന്താരാഷ്ട്ര സത്ത തന്നെ അതിലേക്ക് വരും. വയനാടൻ മാതൃക. നമുക്ക് ചെറിയ മാതൃകകളുണ്ട്. ഞാൻ അതും കൂടെ നിങ്ങളുടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിന് നമ്മുടെ ഈ ഗോത്രവർഗ ജീവിതശൈലിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു പദ്ധതി ഈ വയനാട് ഈയിടെ തുടങ്ങിയുണ്ടായി.
ടൂറിസം വകുപ്പും ബാക്കിയുള്ള സംസ്ഥാന സർക്കാർ വകുപ്പുമായിട്ട് വന്നിട്ടുള്ള ഒരു ഊര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഒരു ഇതുണ്ടായി. ആ പരീക്ഷണത്തിന് എത്ര വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. അതാണ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്നത്, അതാണ് റെസ്പോൺസിബിൾ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ആ പരീക്ഷണത്തിന് എന്ത് വലിയ സ്വീകാര്യത. അപ്പം നമുക്ക് വയനാടൻ മണമുള്ള, വയനാടൻ ഫ്ലേവർ എന്ന് പറയുന്ന രീതിയിലുള്ള രുചിയുള്ള ഒരു നിർമ്മാണ ഒരു രീതി ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തന്നെയാവും അവരുടെ ശമിപ്പിക്കുന്നത്. നമുക്ക് വീട് ഉണ്ടാക്കുന്നതിന് നമുക്കൊരു വ്യവസ്ഥയുണ്ട്. എന്താണ്? വീട് അമ്മയുടെ മടിത്തട്ട് പോലെ ആവണമെന്ന് പറയുന്നത്. അഭയസ്ഥാനമാണ് വീടെന്ന് പറഞ്ഞാൽ, അഭയസ്ഥാനമാണ്. പൊതുജീവിതത്തിൽ കിട്ടാത്ത സമാധാനം കിട്ടുന്ന വീട്ടിൻ്റെ ഉൾത്തളങ്ങളിലാണ്. അത് അമ്മയുടെ സ്നേഹം പോലെ പരിധികളില്ലാത്ത സ്നേഹമാവണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരം ഒരു പരിപ്രേക്ഷ്യ നിർമ്മിതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് മാത്രമാണ് വയനാടിൻ്റെ മുറിവണക്കേണ്ടത്. നമുക്ക് അത്തരമൊരു രീതി നമ്മൾ സാർവത്രികമാക്കുന്ന വഴി വയനാടിൻ്റെ പ്രകൃതിയും കൂടെ സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത്. അത്തരം ഒരു നിർമ്മിതിക്കാണ് ഞങ്ങളൊക്കെ ഒരു പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി ഡോക്ടർ ജി ശങ്കർ ഞങ്ങളോട് സംസാരിച്ചതിന്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഏതെങ്കിലും ഒരു ദുരന്ത മുഖത്ത് മലയാളികൾ ഒറ്റക്കൈയായി, ഒറ്റ മനസ്സായി, ഒറ്റ ശരീരമായി നിൽക്കുന്ന കാഴ്ച നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് കേരളത്തിൽ. അതുപോലെ പുനരധിവാസത്തിനും ഇത്തരം ദുരന്തങ്ങളുടെ ആവർത്തനം തടയാൻ പാകത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ കൂട്ടായി നിൽക്കാൻ മലയാളികൾക്ക് സാധിക്കട്ടെ. അതിന് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തം നമുക്ക് കണ്ണു തുറന്നു തരട്ടെ എന്ന് ആഗ്രഹിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.